ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ്. ടാക്കോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതുപോലെ ആദ്യം തന്നെ നമ്മൾ ടാക്കോസിൻ്റെ ഷെൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ റെസിപ്പിയിൽ തന്നെ ഞാൻ ടാക്കോസിൻ്റെ ഫില്ലിങ്, ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ സാൽസ, 2-3 കാര്യങ്ങളാണ് ഇന്നത്തെ റെസിപ്പിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ചാനലാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സമയം കളയാതെ തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെയ്സാണ്, നമ്മുടെ ചോളത്തിൻ്റെ ആട്ടയാണ്. കോൺഫ്ലോർ അല്ല, ഇത് ചോളത്തിൻ്റെ ആട്ടയാണ് കേട്ടോ, പൊടി. കളറിന് വ്യത്യാസമുണ്ട്. ചോളത്തിൻ്റെ ഈ പൊടി മെയ്സിന് നമുക്കൊരു മഞ്ഞ കളറാണ്. അതുപോലെ തന്നെ കോൺഫ്ലോർ വൈറ്റായിട്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു കപ്പ് മെയ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് മൈദ, 1/2 കപ്പ് മൈദയും കൂടെ നമുക്കിതിനകത്ത് ചേർക്കണം. 1 കപ്പിന് 1/2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെ നമുക്കിത് വെള്ളമൊഴിച്ച് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇവിടെ നമ്മുടെ ആട്ടയുടെ കുഴച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇത് ഒത്തിരി നമുക്ക് നേരം വെയിറ്റ് ഒന്നും ചെയ്യേണ്ട, 10-20 മിനിറ്റ് ഒന്നും നമ്മളിത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുഴച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കിത് നമുക്ക് ഫ്രൈ ആയിട്ട് ആക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് ടാക്കോസ് ഉണ്ടാക്കാൻ തുടങ്ങാവുന്നതാണ്. ഇനി ഇത് നമുക്ക് പരത്താൻ തുടങ്ങാം. പരത്തി നമുക്ക് എണ്ണയിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഒരു ചെറിയൊരു ബോൾ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒന്ന് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു പൂരിയൊക്കെ പരത്തുന്ന പോലെ നമുക്കിത് പരത്തിയെടുക്കാം. ഇതിൻ്റെ വലിപ്പം സൈസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര വലിപ്പം വെക്കണമെന്ന്, ചെറിയതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഉണ്ടാക്കാം, വലുതായിട്ട് വേണമെങ്കിൽ വലുതായിട്ടും ഉണ്ടാക്കാം. ഞാനിവിടെ ഇത്ര വലുപ്പത്തിലുള്ള ഒരു ടാക്കോ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പുറമേ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. നമുക്കിത് പൂരി പോലെ പൊള്ളിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനിടെ ഒരു ഹോൾട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് വേകുന്നതിന് വരെ നമുക്ക് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒന്ന് വേവിച്ചെടുക്കാം. എണ്ണയിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ വശം കൂടി വേകുന്നത് പോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് നമുക്കിതൊന്ന് എടുക്കണം. ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയാൽ ഇതിൻ്റെ ഷേപ്പിൽ അതുപോലെ ഇരിക്കില്ല. അതുകൊണ്ട് നമുക്കിത് ഇച്ചിരി ഒന്ന് ക്രിസ്പി ആയിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഒത്തിരി സോഫ്റ്റായിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ. ഇച്ചിരി ഒന്ന് ക്രിസ്പി ആകണം. എന്നാലും അതിൻ്റെ ഷേപ്പ് നമുക്ക് ടാക്കോയുടെ ഷേപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കിതിങ്ങനെ മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഈ റോളിംഗ് പിന്ന് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്പസമയം ഒരു മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് നമുക്ക് ആ ഷേപ്പിൽ നമുക്ക് കിട്ടത്തില്ല. ഇതുപോലെ ഞാനിനി വേറെ ഒന്നെങ്കിലും 1-2 ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് കൊടുക്കുന്നതെന്നുള്ളത്. ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവലിലേക്കോ നമുക്കിത് മാറ്റണം. കൈയൊന്നും പൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ. ഇച്ചിരി ചൂടൊക്കെ ഉണ്ടാകും. ചൂടോടുകൂടി തന്നെ നമ്മളതിന് ഷേപ്പ് കൊടുത്തില്ലെങ്കിൽ നമുക്കത് പിന്നെ അത് ആക്കാൻ പറ്റത്തില്ല. ഒത്തിരി അങ്ങ് മൂത്ത് പോകാനും പാടില്ല കേട്ടോ. ഒത്തിരി അങ്ങ് സോഫ്റ്റുമായിരിക്കാൻ പാടില്ല. കണ്ടോ, ഇച്ചിരി ശ്രദ്ധിക്കണം. അല്പം ഒരു ശ്രദ്ധ കൊടുക്കണമെന്ന് മാത്രം. കണ്ടോ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ. ഇതുപോലെ ഞാൻ കുറച്ച് ടാക്കോസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഫില്ലിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒനിയൻ, സവോള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. നമുക്കതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇതിനകത്ത് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ അളവൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാപ്സിക്കത്തിൻ്റെയോ ഒനിയൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ എത്ര ടാക്കോസ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചുള്ള ഫില്ലിങ് നിങ്ങൾക്ക് തയ്യാറാക്കാം.
അതുപോലെ തന്നെ ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എന്തുമാത്രം കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. റെഡും യെല്ലോയും ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ എന്തുമാത്രം ക്യാപ്സിക്കം ഉണ്ടോ അത്രയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാനിവിടെ നിങ്ങൾക്ക് ചിക്കൻ്റെ കീമയായിട്ട് കിട്ടുന്നുണ്ടോ, അത് നിങ്ങൾക്ക് ചിക്കൻ മിൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുന്നോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചിക്കൻ മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ചിക്കൻ മിൻസോ അല്ലെങ്കിൽ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഇപ്പം ഒറിഗാനോ, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം ഇത് വേവിക്കാനായിട്ട്. കുറച്ച് വെക്കരുത്. ഒത്തിരി ക്യാപ്സിക്കം ഒക്കെ ഒത്തിരി അങ്ങ് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. അത് ക്രഞ്ചിയായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ വേവുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും ചിക്കൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മിൻസായിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിതുപോലെ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് ചിക്കൻ വെന്തോന്ന് നോക്കിയതിന് ശേഷം നമുക്കതിലേക്ക് അല്പം കൊറിയാണ്ടർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സാൽസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ, കുറച്ച് സവാള ഉള്ളി ഇതെല്ലാം കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. ഇനി നമുക്കതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടാക്കോസ് ഫില്ല് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ടാക്കോസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾ എത്രമാത്രം വലിയ ടാക്കോസ് ഉണ്ടാക്കുന്നോ അത്രയും ഫില്ലിങ് നമുക്ക് അതിനകത്തേക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ചെറിയ ടാക്കോസ് ഉണ്ടാക്കുകയാണ് നല്ലത്. ഞാൻ 1-2 എണ്ണം ഞാൻ ഉണ്ടാക്കിയത് വലുതായി പോയിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ടാക്കോസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് പിന്നെ ഇതുപോലെ നമ്മുടെ സാൽസ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഒന്നും ചെയ്യാനില്ല, ഈസിയാണ്. ഇനിയിപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്യുക. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് സാൽസ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ പുറത്തേക്ക് വേണമെങ്കിൽ അല്പം ചിക്കനും കൂടെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളുടെ മയോണീസ് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള മയോ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കയ്യിലുള്ള മയോ ഏതെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ടാക്കോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാകും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ടേക്ക് കെയർ. ഓക്കെ, ബൈ.